മണിരത്നം ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച മണിമുത്താണ് അരവിന്ദസ്വാമി. ഇപ്പോൾ മെയ്യഴകൻ എന്ന ചിത്രത്തിലൂടെ പ്രശംസകൾ നേടുന്ന അരവിന്ദസ്വാമി ഒരു കാലത്തെ ഈ സ്റ്റാർഡം താങ്ങാൻ കഴിയാതെ ഇൻഡസ്ട്രി വിട്ടുപോയ ആളാണെന്ന് എത്ര പേർക്കറിയാം. അതെ, അതാണ് സത്യം. മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരവിന്ദസ്വാമിയുടെ തുടക്കം. ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്ന അരവിന്ദസ്വാമി കോളേജ് പഠനകാലത്തെ മോഡലിംഗ് ചെയ്തിരുന്നു. അതുവഴിയാണ് തളപതി എന്ന ചിത്രത്തിലേക്ക് അവസരം ലഭിച്ചത്. തുടർന്ന് റോജ, ബോംബെ തുടങ്ങിയ സിനിമകളിലൂടെ പ്രതീക്ഷിക്കാത്ത അത്രയും പ്രശംസയും പേരും അരവിന്ദസ്വാമിയെ തേടിയെത്തി. ആ സമയത്തെ സ്റ്റാർഡം തനിക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അഭിനയം നിർത്തി US പോയത് എന്ന് അരവിന്ദസ്വാമി പറയുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റാർഡം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം എന്നു മാത്രമല്ല അത് താൻ ആസ്വദിക്കുകയും ചെയ്യുന്നുവെന്ന് അരവിന്ദസ്വാമി പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിന്ന ആ 15 വർഷത്തെക്കുറിച്ചും അരവിന്ദസ്വാമി സംസാരിക്കുന്നുണ്ട്. 2005 നട്ടെല്ലിന് വലിയൊരു അപകടം സംഭവിച്ചിരുന്നു. അത് കാലുകളെ ബാധിച്ചു. വർഷങ്ങളോളം കാലിന് ഭാഗിക പക്ഷാഘാതം അനുഭവിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല. എല്ലാത്തിനും പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടുണ്ടെന്നാണ് അരവിന്ദസ്വാമി പറഞ്ഞത്. ഒരു അച്ഛൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ചും അരവിന്ദസ്വാമി പറയുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം മക്കൾ 2 പേരും എനിക്കൊപ്പമായിരുന്നു. 10 വർഷത്തോളം അവരെ വളർത്തി വലുതാക്കാൻ മാറ്റിവെച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോൾ മകൾക്ക് 19 വയസ്സായി. മകനും അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നോക്കാനുള്ള പക്വതയിൽ എത്തിയ ശേഷമാണ് സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നത്.